നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ആക്ച്വലി ഗൈഡൻസ് മെസ്സേജിൽ പറയാൻ വിട്ടുപോയി. ടാരോ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മെസ്സേജ് ചെയ്യാൻ ഞാൻ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ബിക്കോസ് നവരാത്രിയുടെ എനർജിയൊക്കെ അല്ലേ. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ സെക്കൻഡിനാണ് തോന്നുന്നു ദശരയൊക്കെ വരുന്നത്. സോ മേ ബി അതിൻ്റെ ആ സമയത്ത് തന്നെ ഞാൻ അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ടാക്കി വിടാൻ ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ഗ്രൂപ്പൊക്കെ ആക്കി നമ്മളൊരു ബിഗിനിങ് എന്ന രീതിക്കെങ്കിലും പറയാം. സോ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് അത് കഴിഞ്ഞിട്ട് കുറച്ച് മെല്ലെ ആണെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ അത് മെയിനായിട്ട് ആ ഒരു പീരീഡ് ഞാൻ ഫസ്റ്റ് ഡേ എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ താല്പര്യമുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പിൻ കമൻറ്റിലായിട്ടും ഇട്ട് വയ്ക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു ഗൈഡൻസ് മെസ്സേജിലുണ്ടാവും, അല്ലെങ്കിൽ ഇതിലുണ്ടാവും. ഏതെങ്കിലും ഒന്നിൽ നോക്കിയാൽ റീസെൻറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസ്റ്റും ഇടാം ഞാൻ. ഓക്കെ, ജസ്റ്റ് നമ്മുടെ നോർമൽ പോസ്റ്റായിട്ട് ഒരു ഇതുകൂടി ഞാൻ കൊടുത്തു വയ്ക്കാം. ഓക്കെ, നിങ്ങളുടെ മെയിൻ നമ്മുടെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, യൂട്യൂബിൻ്റെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഒരു പോസ്റ്റായിട്ട് ഞാൻ ഇട്ട് വയ്ക്കാം നമ്പറൊക്കെ. ഓക്കെ, ഫൈൻ. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ മനസ്സിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫ്രീഡം, പാസ്റ്റ് സഫറിങ്, masculine energy, വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മറക്കാൻ വയ്യ. ഓക്കെ, എന്നാലും മറക്കേണ്ടി വരൂല്ലേ. ഓക്കെ, ഫൈൻ. ഏസ് ഓഫ് ഫയർ, യൂണിയൻ, വാവ്, ബ്യൂട്ടിഫുൾ. വീനസ് ഉണ്ട് ഇവിടെ, വെരി നൈസ്. അധികം ലോങ് റീഡിങ് ആക്കുന്നില്ല ഞാൻ, കുറച്ച് ഷോർട്ട് ആക്കാൻ നോക്കാം, അതുകൊണ്ടാണ്. ഓക്കെ, വീനസ് ആൻഡ് ഫുൾഫിൽമെൻ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫേറ്റ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് മുന്നോട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളോട്, അതായത് സ്നേഹത്തിനെ എക്സ്പ്രസ് ചെയ്യുക, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. റൊമാൻസ് വേണം, നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു പങ്കുവെക്കൽ എന്ന രീതിക്കാണ് കാണുന്നത്. അവർ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരാൻ, അതായത് സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഞാനിവിടെ ഫ്രീഡം പറയുന്നുണ്ട്. ഫ്രീഡം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. അതായത് നിങ്ങൾ ഒന്നിച്ച് ഒരു റിലേഷൻഷിപ്പ്, ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു ഫുൾ പോലെ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പിൽ വളരെ ഹാപ്പി ആയിട്ട്, ഫ്രീ എനർജി ആയിട്ട്, ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ മാറ്റിവെച്ച് ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് എന്നാണ്. നമ്മൾ പറയില്ലേ, കുറേ ആയിട്ട് മേ ബി നിങ്ങൾ തമ്മിൽ പരിചയമായിട്ട് ചിലപ്പോൾ കുറേ ആയിട്ടുണ്ടാവും, എന്നാലും അതിൻ്റെ ഇടയിൽ അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരിക്കുന്നു, എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ, എല്ലാം ഒന്ന് നിർത്തിവെച്ച് വീണ്ടും നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുന്ന പോലെ ആ ഒരു ഫ്രഷ് എനർജി എന്ന് പറയാം, അങ്ങനെ അവർ വീണ്ടും ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട്. മാസ്കുലൈൻ എനർജി ഉണ്ട്. സോ നിങ്ങളുമായിട്ട് അവർ കുറച്ചുകൂടി സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, മാസ്കുലൈൻ എനർജി എന്ന് പറയുമ്പോൾ ഇത് ലേഡീസ് ആയാലും അവരുടെ മാസ്കുലൈൻ എനർജി അങ്ങനെ വിചാരിക്കാം. എന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കുന്ന പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളോട് തുറന്ന് പറയുക, സംസാരിക്കുക, ആക്ഷൻ എടുക്കുക, കാണാൻ വരിക, അല്ലെങ്കിൽ അതിന് വേണ്ട എഫേർട്ട് എടുക്കുക. സോ അങ്ങനെയുള്ള എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. കോൺഫിഡൻ്റ് ആവുക കുറച്ചുകൂടി. ഓക്കെ, അവർ കാര്യങ്ങളിൽ കോൺഫിഡൻ്റ് ആവുക, നിങ്ങളുടെ സിറ്റുവേഷനെ കുറച്ചുകൂടി കോൺഫിഡൻസോടെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ കുറച്ചൊരു മാസ്കുലൈൻ എനർജിയിലേക്ക് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ആക്ഷൻ എന്ന് പറഞ്ഞത്. നിങ്ങളുമായിട്ട് ഒരു റിസ്ക് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് പോകാൻ അവർ തയ്യാറായിട്ട് വരുന്ന ഒരു എനർജി, ഒരു മാസ്കുലൈൻ എനർജിയിലേക്ക് അവർ വരുന്ന പോലെ. ആൻഡ് ഇവിടെ പാസ്റ്റ് സഫറിങ് ഉണ്ട്, യെസ്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ, ഓക്കെ, വേദനകൾ ചില അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ വേദനിപ്പിച്ച് കാണാം, വിഷമിപ്പിച്ച് കാണാം. ഒരാൾ അങ്ങോട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, വോട്ടെവർ, അതൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു ബ്ലോക്കേജ് ആയിട്ടൊരു തടസ്സമായിട്ട് കാണുന്നുണ്ട്. അതായത് അവർക്ക് മുന്നോട്ട് വരണം, ഫ്രീഡം വേണം, നമ്മൾ ഫ്രീ ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ പാസ്റ്റിലെ വേദനകളെക്കുറിച്ചും ഓർക്കും. മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അപ്പോൾ വേദനിച്ചിട്ടുണ്ട് എന്നൊരു ഓർമ്മയിൽ എന്താ, അപ്പോൾ അവനവനെ അവർ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ സംസാരിക്കാൻ വരുമ്പോഴും പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ വേദന വന്നാലോ എന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്ന് ബാക്ക് ആവും, അല്ലേ? അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. സോ അങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ഒരല്പം അവരുടെ മനസ്സിലൊരു ചെറിയൊരു ബ്ലോക്ക് കിടക്കുന്നുണ്ട്. പക്ഷെ അഗൈൻ ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് ഫയർ ആണ്, പാഷൻ, ന്യൂ സ്റ്റാർട്ട്, അട്രാക്ഷൻ എന്നൊക്കെയാണ്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്, അത് മനസ്സോടെ അവർ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യൂണിയൻ്റെ കാർഡാണ്. ഓക്കെ, സോൾമേറ്റ് എനർജി, നിങ്ങൾ തമ്മിൽ യൂണിയൻ, പ്രപ്പോസൽ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പക്ഷേ തടസ്സമായിട്ട് ഇവിടെ ഉള്ളത് ആകെ ഒരു സഫറിങ്ങിൻ്റെ എനർജിയാണ്. അതായത് അവർക്കൊരു ടെൻഷൻ ഉണ്ട്, എന്നിട്ട് നമ്മൾ അടുത്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം വന്നാലോ എന്ന രീതിക്കുള്ള ഒരു ചിന്തയാണ് തടസ്സമാവുന്നത്. ഓക്കെ,
ശരി, നമുക്ക് ജസ്റ്റ് ഈ ബ്ലോക്കേജ് ക്ലിയർ ആവുമോ എന്ന രീതിക്ക് ഞാൻ ഒന്ന് ചോദിക്കാം. ഈ ഒരു തടത്തിന് മാത്രം. ഓക്കെ, ബ്ലോക്കേജ് ക്ലിയർ ആവുമോ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ? വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്താവും? കൺട്രോൾ, സബോട്ടാജ്, സൺ ആൻഡ് അപ്പോളജി. വാവ്, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എനർജി, വെരി നൈസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. നിങ്ങൾ തമ്മിൽ ആരെങ്കിലും ഒരാളായിരിക്കാം മറ്റേയാളെ വേദനിപ്പിച്ചത്, ആരായാലും ശരി. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം നിങ്ങളെ വേദനിപ്പിച്ചത്. മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ അവരുടെ ചില ബിഹേവിയർ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ സൺ എനർജിയാണ് ഇവിടെ, സൺ ആൻഡ് സ്ട്രെങ്ത് ആണ് പറയുന്നത്. സോ യെസ്, വീണ്ടും നമ്മളിവിടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവും. കുറച്ചുകൂടി നിങ്ങൾ തമ്മിൽ ഒരു ഹാപ്പിനെസ് വരും എന്നാണ് കാണുന്നത്. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറി വരും, ക്ലിയർ ആവും കാര്യങ്ങൾ. ഓക്കെ, വളരെ തുറന്ന സംസാരം വരും, ക്ലിയർ ആവും, ഹാപ്പിനെസ് വരും. വളരെ ആക്ച്വലി ട്രൂത്ത് റിവീൽഡ് ഉണ്ട്. യെസ്, അപ്പം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കൽ. ഓക്കെ, മനസ്സ് തുറന്ന് സംസാരിച്ച് എന്തായിരുന്നു ഇവിടെ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ വന്നത് അതിനൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യുക. ഓക്കെ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ ശ്രമിക്കുക എന്ന രീതിക്കാണ് കാണുന്നത്. എൻ്റെ ഇവിടെ ഒരാൾ തെറ്റ് ചെയ്ത ആൾ മാപ്പ് പറയുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ രണ്ടുപേരും വേണ്ടി വന്നേക്കാം. നമ്മളെപ്പോഴും ജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിക്കരുത്. ഓക്കെ, ഒരല്പം നമ്മളും താണു കൊടുക്കുക. നമ്മുടെ ഭാഗത്തും എല്ലാം എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് വരില്ല, ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോകും അല്ലേ. സോ അതിനു വേണ്ടി ഒന്ന് അങ്ങോട്ട് ആദ്യം ചെയ്യാനല്ല പറയുന്നത്, അവർ താണു വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഒരല്പം വിട്ടുകൊടുക്കാം. ഓക്കെ, വിട്ടുവീഴ്ച ചെയ്യാം. കാരണം ഇവിടെ ഫോർഗീവ്നെസ് പറയുന്നുണ്ട്. അവരെ ഭാഗത്തുനിന്ന് ഒരു സോറി പറയാനുള്ള സാധ്യത, നിങ്ങളും അത് ഫോർഗീവ് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ ശ്രമിക്കുക. എന്തായാലും ഇവിടെ ബെറ്റർ ആയിട്ട് ഞാൻ നോക്കിയത് ജസ്റ്റ് ഈ ഒരു മനസ്സിൻ്റെ ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് പുറത്തു വരുമെന്നാണ്. യെസ്, ഡെഫിനറ്റ്ലി സണ്ണാണ്. സോ നിങ്ങൾ തമ്മിലൊരു കൂടുതൽ സ്ട്രോങ്ങർ കണക്ഷൻ ബിൽഡ് ആവും എന്നാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു ചെറിയ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വരുന്ന പോലെ എടുത്താൽ മതി. ഓക്കെ, ഞാൻ റൊമാൻസ് ഏഞ്ചൽസിനോട് എടുത്തേക്കാം കുറച്ച് കാഴ്ച. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, ബ്യൂട്ടിഫുൾ വെഡിങ് ആൻഡ് അൺറിക്വൈറ്റഡ് ലവ്, ട്രസ്റ്റ്. One more last card, please. Deception. Okay. Make the effort ഉണ്ട് ഇവിടെ. Worth waiting for. Okay. നിങ്ങളിതിൽ എഫേർട്ട് ഇടാം ഈ റിലേഷൻഷിപ്പിൽ എന്നൊരു പെർമിഷൻ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്. ഡിസെപ്ഷൻ ഞാൻ ആദ്യം മോശമായ കാർഡ്സ് ആദ്യം പറയും. ഡിസെപ്ഷൻ ഉണ്ട്. സോ someone is wearing a false self mask. ഇത് പലതരത്തിലെടുക്കാം. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് അവരെ ഫീലിങ്സ് പറയാതെ ആയിരിക്കാം, അങ്ങനെയായിരിക്കും. അതിനെയും നമുക്കിവിടെ ഡിസെപ്ഷൻ എന്ന് വിളിക്കാം. അതായത് അവരെ ഫീലിങ്സ് നിങ്ങളോട് ഫുള്ളായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പറയുന്നില്ല, മനസ്സിൽ എന്താ കിടക്കുന്നത് തുറന്ന് പറയുന്നില്ല, അങ്ങനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചീറ്റിംഗ് എനർജി കൂടി ഉണ്ടാവാം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ചീറ്റിംഗ് എനർജി വല്ലതും വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടുമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നത്. ഓക്കെ, സോ അതിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നും ആവാം. എനിവേ ഇവിടെ അൺറിക്വൈറ്റഡ് ലവും കൂടി ഉണ്ട്. ഇതും നെഗറ്റീവാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് താല്പര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അങ്ങോട്ടുള്ളത്, നിങ്ങളാണ് അങ്ങോട്ട് എപ്പോഴും പോകുന്നത്, നിങ്ങളാണ് എല്ലാം അങ്ങോട്ട് ചെയ്യുന്നത്, അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷെ അല്ല. ഓക്കെ, അതിൽ തെറ്റാണ്. നിങ്ങളുടെ ആ ചിന്ത എന്തായാലും തെറ്റ് തന്നെയാണ്. നമുക്ക് യൂണിവേഴ്സ് അത് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഫീലിങ്സ് ഉണ്ട് അവർക്ക്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അവരൊന്ന് ബാക്ക് ആവുന്നുണ്ട്, ചിലപ്പോൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്, പറയുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ പേഴ്സണ് ശരിക്കും നിങ്ങളെ വേണ്ട അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും. ബട്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് കണക്ഷൻ ആണ്. അഗൈൻ പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ വീണ്ടും വന്നു. വെഡിങ് ഉണ്ട്. കുറച്ച് പേർക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇവിടെ നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, ഒരു വെഡ്ഡിങ് സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്, ഫാമിലി വെഡ്ഡിങ് എന്നുള്ളത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സിംഗിൾ ആണ്, മാരേജ് ചെയ്യാനൊക്കെ പറ്റും എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ ഡിസെപ്ഷൻ ഉണ്ടായിരുന്നു, അൺറിക്വൈറ്റഡ്, ഇതായത് വൺ സൈഡഡ് ലവ് എന്ന് പറയാം നമുക്കിതിന്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യൂ, ഈ സിറ്റുവേഷനെ ട്രസ്റ്റ് ചെയ്യാം ആൻഡ് മേക്ക് ദ എഫേർട്ടും പറയുന്നുണ്ട്. സോ ഇവിടെ എഫേർട്ട് ഇടാം, പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം അവരെ എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്, ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ട്, അവർ കാണിക്കുന്നില്ല, എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതൊക്കെയാണ് ഇവിടെ പ്രശ്നം. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞ് ശരിക്കും ഇന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ തീരും. പക്ഷെ അവർക്കത് പറയാൻ സാധിക്കില്ല, അത്ര എളുപ്പമല്ല. ഓക്കെ, നമ്മളത് എക്സ്പെക്ട് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, ബട്ട് ഇവിടെ വെയിറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. വർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളിത് വെയിറ്റ് ചെയ്യാം ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്നാണ്. പക്ഷേ ഇത് പറയുമ്പോൾ ഞാൻ എപ്പോഴും വാർണിംഗ് ആദ്യം തന്നെ ഞാൻ പറയാം, അവരെ കാത്തിരുന്ന് നിങ്ങളുടെ ലൈഫ് കളയുക എന്ന രീതിയിലല്ല. ഓക്കെ, അവർ വരുമ്പോൾ വരട്ടെ എന്ന ചിന്തിക്കലാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കരിയറോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. പേഴ്സൺ വന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതം
അത് മോശമായി പോകരുത്. അവിടെയാണ് നിങ്ങളുടെ കയ്യിൽ ഇത് കിടക്കുന്നത്. ഓക്കെ, സോ അതിനെ നിങ്ങൾ മാറ്റിയെടുത്തേ പറ്റൂ. വെയിറ്റ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ വെയിറ്റ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, നിങ്ങളെ തന്നെ ഡൗൺ ആക്കിക്കൊണ്ടാവരുത്. അതാണ് ഇവിടുത്തെ മെയിൻ മെസ്സേജ്. ഓക്കെ, സോ എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.